ഓം ഗുരുഭ്യോ നമ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു വിഷയം അലാരിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കും എനിക്കുമായിട്ട് അലാരിപ്പിൻ്റെ ഒരു സംവാദത്തിൽ ഏർപ്പെടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 5 വിധ അലാരിപ്പ് അല്ലെങ്കിൽ പഞ്ചജാതിയിലുള്ള അലാരിപ്പുകളാണല്ലോ സാധാരണയായി നമ്മൾ ചെയ്തു വരുന്നത്. അതിന് പുറമേ നമ്മൾ 35 വിധ അലാരിപ്പുകളും ചെയ്തു വരുന്നുണ്ട്. എങ്കിലും പ്രധാനമായി 5 വിധ അലാരിപ്പുകളാണ് ചെയ്തു വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ്. ഒന്ന് ചതുരശ്രജാതി, തിശ്രജാതി, ഖണ്ഡജാതി, മിശ്രജാതി ആൻഡ് സങ്കീർണജാതി. ഇത്രയുമാണ് നമ്മൾ സാധാരണ രീതിയിൽ നൃത്തം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്, സാധാരണ പഠിപ്പിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ അലാരിപ്പ്, 5 അലാരിപ്പ് തന്നെ ആരും പഠിപ്പിക്കാറില്ല. 3 അലാരിപ്പുകളൊക്കെ പഠിപ്പിച്ചിട്ട് നേരെ ജതുസ്വരം, ശബ്ദം അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അത്രയൊന്നും പഠിക്കാനും ഒന്നും ഇപ്പോഴത്തെ കുട്ടികളാരും തയ്യാറല്ലല്ലോ. അപ്പോൾ ഇന്നെൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അലാരിപ്പു. നമ്മൾ അലാരിപ്പു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, നമ്മൾ 1-ാം കാലത്തിൽ പറയുന്ന ഒരു വായ്ത്താരി അതേ വായ്ത്താരി തന്നെ 2-ാം കാലത്തിൽ പറയുകയും ആ 1-ാം കാലത്തിൽ പറഞ്ഞ അതേ വായ്ത്താരി തന്നെ 3-ാം കാലത്തിൽ പറയുകയും അങ്ങനെ 3 തവണ ആവർത്തിച്ച് തീരുമാനത്തോടുകൂടി ഫിനിഷ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ അലാരിപ്പിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് എത്തുക. ഇവിടെ എൻ്റെ സംവാദം അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടെത്തലെന്ന് പറയുന്നത്, നമ്മൾ പണ്ട് മുതലേ ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന തിശ്ര ഏക അലാരിപ്പ് അല്ലെങ്കിൽ രൂപക താളത്തിലുള്ള ഒരു അലാരിപ്പാണ്. ആ അലാരിപ്പ് നമ്മൾ എല്ലാ ഗുരുക്കന്മാരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. നമ്മളെങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക? ത തെയ് തെയ്യും ത താം കിട്ടത്തക്ക ധി തെയ് തെയ്യും ത താം കിട്ടത്തക്ക താം ധി താം കിട്ടത്തക്ക തെയ് ത തെയ് കിട്ടത്തക്ക താം തി താം കിട്ടത്തക്ക തെയ് ത തെയ് കിട്ടത്തക്ക താം തി താം തെയ് ത തെയ് താം തി. ഇത് 2-ാം കാലമാണ് അല്ലേ? ത തെയ് താം തി താം തെയ് ത. 3-ാം കാലം താം തി താം തെയ് ത തെയ് 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 താം ധി താം കിട്ടത്തക്ക തെയ്. ആ കിട്ടത്തക്ക നിങ്ങൾ ശ്രദ്ധിക്കൂ. താം തി താം കിട്ടത്തക്ക തെയ് ത തെയ്. ഇനി നമ്മൾ 2-ാം കാലം എങ്ങനെയാണ് പറയുന്നത്? താം തി താം തെയ് ത തെയ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത്. നമ്മൾ 1-ാം കാലത്തിൽ പറഞ്ഞത് താം തി താം കിട്ടത്തക്ക തെയ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 2-ാം കാലത്തിൽ പറഞ്ഞപ്പോൾ താം തി താം തെയ് ത തെയ്. അപ്പോൾ ഈ കിട്ടത്തക്ക എവിടെ പോയി? ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനുള്ളത്. അപ്പോൾ ഈ 1-ാം കാലത്തിൽ പറഞ്ഞിരിക്കുന്ന കിട്ടത്തക്ക 2-ാം കാലത്തിലില്ല. പക്ഷെ 2-ാം കാലത്തിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ 3-ാം കാലത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1-ാം കാലത്തിലുള്ളത് 2-ാം കാലത്തിലില്ല. അപ്പോൾ ഇത് പണ്ട് ഏതോ ഒരു ആചാര്യൻ കറക്റ്റ് ചെയ്ത് കാണണം. ആ ആചാര്യനിൽ നിന്ന് പഠിച്ചൊരാൾ അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ എവിടെയോ ഒരു മിസ്സിങ് ഉണ്ടായി. അത് കാലക്രമേണ കുട്ടികൾക്ക്, തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് ഇതങ്ങ് ഉറപ്പിച്ചു.
ഇങ്ങനെയാണ് അലാരിപ്പ്. തിശ്ര ഏക അലാരിപ്പ് അല്ലെങ്കിൽ രൂപക താളത്തിലുള്ള ഒരു അലാരിപ്പ് ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ചു എല്ലാവരും. ഒരുവിധമുള്ള കോളേജുകളിലൊക്കെ തന്നെയും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇങ്ങനെയാണ് ഞാൻ ഇതുവരെയും കേട്ടിട്ടുള്ളത്. നമ്മൾ എത്ര പ്രഗത്ഭരായിട്ടുള്ളവരും തിശ്ര ഏകം പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ചതുരശ്രം ഒന്നെടുത്തു നോക്കൂ. ചതുരശ്രം ഇങ്ങനെയല്ല. ചതുരശ്രം അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ ആ ഫോർമാറ്റിൽ തന്നെയാണ് ചതുരശ്ര അലാരിപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. തെയ്യം താം തക്കിട്ട തക്ക തെയ്യം താം തക്കിട്ട തക്ക താം തി താം കിട്ട തക്ക ശ്രുതിയു താം ദി താം കിട്ട തക്ക തെയ് ത തെയ് കിട്ട തക്ക താം തി താം കിട്ടത്തക്ക തെയ് ത തെയ് കിട്ടത്തക്ക താം തി താം കിട്ടത്തക്ക തെയ് ത തെയ് കിട്ടത്തക്ക താം തി താം കിടത്തക്ക തെയ് ത തെയ് കിടത്തക്ക 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 താം തി താം കിട്ടത്തക്ക തെയ് ത തെയ് കിട്ടത്തക്ക ഒന്നാം കാലം താം തി താം കിട്ടത്തക്ക തെയ്. അതിലും നമ്മൾ എല്ലാ അക്ഷരവും പറഞ്ഞു. ഒന്നാം കാലത്തിൽ പറഞ്ഞതെല്ലാം പറഞ്ഞു. താം തി താം കിടത്തക്ക തെയ് ത തെയ് കിടത്തക്ക താം തി താം കിടത്തക്ക തെയ് ത തെയ് കിടത്തക്ക താം അല്ലേ. അപ്പോൾ നമ്മൾ ചതുരശ്രം പറഞ്ഞപ്പോൾ ഒന്നാം കാലം പറഞ്ഞത് തന്നെ രണ്ടാം കാലത്തിൽ പറഞ്ഞു, രണ്ടാം കാലത്തിൽ പറഞ്ഞത് തന്നെ നമ്മൾ മൂന്നാം കാലത്തിലും പറഞ്ഞു. അപ്പോൾ തിശ്ര ഏക അലാരിപ്പ് ചെയ്യുമ്പോഴും ഇത് തന്നെ വരണ്ടേ? ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് 5 ജാതികളും പറയണ്ട. ഈ 5 ജാതികളെല്ലാം നമ്മളിപ്പോൾ ഒരു ത്രികാലജതി പറയുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു വായ്ത്താരി ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം പറയുന്നതാവട്ടെ, ഇതെല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെയാണല്ലോ പോകുന്നത്. ഒന്നാം കാലത്ത് നിന്ന് നേരെ രണ്ടാം കാലം വരുമ്പോൾ അതേ വായ്ത്താരി തന്നെ. അവിടെ ഒരു കുറവോ കൂടുതലോ വരാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നൃത്ത അധ്യാപകരും എല്ലാവരും ക്ഷമിക്കണം. ഞാൻ അതിൻ്റെ ഒരു എവിടെയോ പണ്ട് കാലത്ത് വന്നിരുന്നൊരു മിസ്റ്റേക്ക് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമാണ്. ഇതൊന്ന് ഈ പറഞ്ഞ രീതിയിൽ ചതുരശ്രം പറഞ്ഞ പോലെ തന്നെ രൂപക താളത്തിൽ ഞാനൊന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷെ നമ്മുടെ വരും തലമുറയിലുള്ള കുട്ടികൾ ഈ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പണ്ട് ചെയ്തിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ തന്നെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ തുടർച്ചയിൽ നിന്ന് ഒരു മാറ്റം വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇത് ഞാൻ ചില മൃദംഗിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം പറയുവാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. മൃദംഗിസ്റ്റ് നമ്മളെക്കാളുമൊക്കെ ജ്ഞാനസ്ഥരാണല്ലോ മൃദംഗിസ്റ്റ് താളത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്, ആ അലാരിപ്പ് തെറ്റ് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ അലാരിപ്പ് തെറ്റ് തന്നെയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് മാറ്റി ഈ പറഞ്ഞ ഇതേ വായ്ത്താര് തന്നെ നമുക്കൊന്ന് ഈ ഒന്നാം കാലത്തിൽ പറയുന്നത് തന്നെ രണ്ടാം കാലത്തിലും, രണ്ടാം കാലത്തിൽ പറയുന്നത് തന്നെ മൂന്നാം കാലത്തിലും ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കുക. ഈ അലാരിപ്പിൽ നിങ്ങൾക്ക് മുൻപ് ഉള്ള അലാരിപ്പിൽ കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത് പോലെ ഒരു ചുവടുകൾ പോലും മാറ്റാതെ ആ ചുവടുകൾ ചിട്ട ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ ചെയ്യാൻ പറ്റും. അത് ഞാൻ നട്ടുവാങ്കത്തിൽ തട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ അത് സെറ്റ് ചെയ്ത ഈ അലാരിപ്പ് നിങ്ങൾക്ക് മുന്നിലൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്.
നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കണം. അത് പോസ്റ്റ് ചെയ്യുന്ന മീഡിയ വഴി നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അത് മിസ്റ്റേക്ക് ആയാലും ശരിയായാലും തെറ്റായാലും നിങ്ങൾക്ക് ഇതിൻ്റെ വിമർശനങ്ങളുണ്ടെങ്കിലും ഞാൻ സ്വീകരിക്കുന്നു. എന്ത് വിമർശനമായാലും ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ കുട്ടികളെ ഈ വായ്ത്താരി പറഞ്ഞ് നമ്മൾ തട്ടിക്കൊടുക്കുന്നത് തന്നെ ഒന്ന് തട്ടി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. തെയ്യം താം കിട്ടത്തക്ക തെയ്യം താം കിട്ടത്തക്ക താം താം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക താം താം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം ദിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്തം കിടത്തക്ക തെയ് തത്തെ കിടത്തക്ക 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 താം തി താം കിട്ടത്തക്ക തെയ് തെയ് കിട്ടത്തക്ക താം തി താം കിട്ടത്തക്ക തെയ് തെയ് കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്തം കിടത്തക്ക തെയ് തത്തെ കിടത്തക്ക 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 താഹത്ത ജം തരി താ ജം തരി ചക്ക തരി തെയ് തത്തിക്കിട്ടത്തും തക്ക തത്തിക്കിട്ടത്തും തക്ക തിക്കു തത്തിക്കിട്ടത്തും താം തക്ക ദ്രിക്കുടുത്തക്ക ദ്രിക്കുടുത്തക്ക ദി തക്ക ദ്രിക്കുടുത്തക്ക ദ്രിക്കുടുത്തക്ക ദി തക്ക ദ്രിക്കുടുത്തക്ക ദ്രിക്കുടുത്തക്ക തെല്ലാം കുത്തക്ക തത്തിക്കിട്ടത്തും താ തെയ് തെയ്യം താം കിട്ടത്തക്ക ദി തെയ്യം താം കിട്ടത്തക്ക താ. അപ്പോൾ ഞാൻ ഒന്നാം കാലത്തിൽ പറഞ്ഞത് തന്നെയാണ് രണ്ടാം കാലത്തിൽ പറഞ്ഞത്. ആ രണ്ടാം കാലത്തിൽ പറഞ്ഞ അതേ വായ്ത്താരി തന്നെയാണ് മൂന്നാം കാലത്തിലും പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ തിശ്ര ഏകത്തിലാണ് താളം ഇട്ടത്. നമുക്ക് രൂപകത്തിലും ഇട്ടാലും കറക്റ്റ് തന്നെ വരും. താ തെയ്യം താം കിട്ടത്തക്ക ദി തെയ്യം താം കിട്ടത്തക്ക താം തി താം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക താം തിത്തം കിടത്തക്ക തെയ് തത്തെ കിടത്തക്ക 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 താം. ഇത് നമ്മൾ ഞാനിപ്പോൾ 1 2 3 ഇങ്ങനെ താളമിട്ടു. ഇത് നമ്മൾ ചതുരശ്ര രൂപകത്തിലിട്ടാലും നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ചതുരശ്ര രൂപം എങ്ങനെ ചതുരശ്ര രൂപം ഇതിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പം നമുക്കതും കൂടി ഒന്ന് നോക്കാം. തെയ്യം താം കിട്ടത്തക്ക ദി തെയ്യം താം കിട്ടത്തക്ക താം താം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക താം താം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക താം തിത്താം കിട്ടത്തക്ക തെയ് തത്തൈ 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 കിട്ടത്തക്ക താം തിത്താം കിടത്തക്ക തെയ്
തത്തിക്കിടതകതാം തിത്തങ്കിടതകതി 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 തത്തിക്കിടതകതാ ഹത്തജം തരിത ജും തത്തി ചക്ക തരിതൈ തത്തിക്കിട്ടത്തും തക്ക തത്തിക്കിട്ടത്തും തക്കത്തിക്കു തത്തിക്കിട്ടത്തും താം അപ്പോ നമുക്ക് ഇതിൽ പറയാൻ പറ്റും മൂന്ന് താളത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഏതിലൊക്കെ പറയാൻ പറ്റും? നമുക്ക് തിശ്രയേകം, രൂപകം നമ്മൾ ഇങ്ങനെ താളമിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചതുരശ്ര രൂപകം താളം ഇടുന്ന രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. ഒന്നുകൂടി എന്താ ഫോർമാറ്റ്? ഒന്നാം കാലത്തിൽ പറയുന്ന വായ്ത്താരി രണ്ടാം കാലത്തിൽ അതേ വായ്ത്താരി തന്നെ പറയുകയും മൂന്നാം കാലത്തിലും അതേ വായ്ത്താരി തന്നെ പറയുകയും അങ്ങനെ പറഞ്ഞ് 3 തവണ പറഞ്ഞുകൊണ്ട് തീരുമാനത്തോടുകൂടി അവസാനിപ്പിക്കുമ്പോഴാണ് നമ്മൾ അലാരിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ എല്ലാം മനസ്സിലതാണ്. പക്ഷെ നമ്മൾ പണ്ട് ഈ ചെയ്തു വെച്ചിരിക്കുന്ന തിശ്ര ഏക അലാരിപ്പിൽ 100% മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ശക്തമായ ഒരു അഭിപ്രായം. 100% അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഞങ്ങളുടെ വരും തലമുറയിലുള്ള പഠിച്ചു വരുന്ന നർത്തകികളും അല്ലെങ്കിൽ നർത്തകന്മാരും ആ മിസ്റ്റേക്ക് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതേ മിസ്റ്റേക്ക് മിശ്രജാതി അലാരിപ്പിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 80% ആൾക്കാരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മിശ്രജാതി അലാരിപ്പിൻ്റെ 3-ാം കാലത്തിൽ ഇതേ മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് തുടർന്ന് വരിക. അത് ഞാൻ അടുത്ത എൻ്റെ എപ്പിസോഡിൽ ഞാൻ അത് പറയുന്നതാണ്. ഈ നമ്മൾ പറഞ്ഞ അലാരിപ്പ് നമുക്ക് നട്ടുവാങ്കത്തിൽ നമ്മൾ ഫുഡ് വർക്ക് ഒന്നും മാറ്റണ്ട. ഇതിനു വേണ്ടി ഈ വായ്ത്താരി വന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ ഫുഡ് വർക്ക് കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നും മാറ്റേണ്ട കാര്യമില്ല. അത് ഞാൻ ഒന്ന് തട്ടി നിങ്ങൾക്ക് മുന്നിൽ നട്ടുവാങ്കം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാൽ മനസ്സിലാകും ശരിയാകുമോ ഇല്ലയോ. ഈ അലാരിപ്പൊന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ആ ചുവടുകൾ പോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനത് നട്ടുവാങ്കത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. തെയ്യം തം കിട്ടത്തക്കതി തെയ്യം തം കിട്ടത്തക്ക താം താം കിട്ടത്തക്ക തെയ് 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 കിട്ടത്തക്കതാം തിത്തങ്കിടതകതി തത്തിക്കിടതകതാം 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 തിത്തം കിട്ടത്തക്കതി കിട്ടത്തക്കതാം താം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക താം തിത്തം 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 കിടതകതി തത്തക്കിടതകതാം തിത്തം കിടതകതി തത്തക്കിടതകതാം
தித்தங்கிடதகதை தத்தைக்கிடதகதாம் 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 தித்தங்கிடதகதை தைத்தக்கிடதகதாம் தித்தங்கிடதகதை தத்தைக்கிடதகதாம் தித்தங்கிடதகதை தத்தைக்கிடதகதாம் தித்தங்கிடதகதை தத்தைக்கிடதகதாம் தித்தங்கிடதகதை தத்தைக்கிடதகதாம் தித்தங்கிடதகதை தத்தைக்கிடதகதாம் தி தம் கிட்டத்தக்க தை தை கிட்டத்தக்க தாம் தி தாம். അപ്പോ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾക്ക് അവസാനം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അടുത്ത എപ്പിസോഡിൽ ഇത് നട്ടുവാങ്കത്തോടു കൂടി ഞാനിത് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് തന്നെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നോക്കൂ. അതിൻ്റെ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ ആണ് ഇത് ചിട്ട ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഉപകാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ കൃത്യമായ രീതിയിൽ പഠിക്കും. നമ്മൾ പറഞ്ഞ തിശ്ര ഏകം നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നതിൽ ഉള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്ക് ഫുള്ള് കളിച്ച് നോക്കാവുന്ന രീതിയിൽ നട്ടുവാങ്ങം ചെയ്തും കൂടി ഞാൻ ഈ വീഡിയോ ഇതിൽ തരാം. അപ്പോൾ ഈ ഫുൾ, അതായത് എല്ലാവരും ഇപ്പോൾ നമ്മൾ ഫുൾ കളിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കൂടി നട്ടുവാങ്ങം ചെയ്ത് ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ഈ വായ്ത്താരിയിൽ നിങ്ങൾ പഠിച്ച അതേ കാര്യം ഇതിൽ കളിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത്. ഫുൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയും ഞാനൊന്ന് നട്ടുവാങ്ങം ചെയ്ത് ഇതിൽ ഇടാം. തെയ്യും തം കിട്ടത്തക്ക തെയ്യും തം കിട്ടത്തക്ക തം തി തം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക തം തി തം കിട്ടത്തക്ക തെയ് കിട്ടത്തക്ക തം തിത്തം കിട്ടത്തക്ക തെയ് തത്തൈ 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 കിട്ടത്തക്ക തം തിത്തം കിടത്തക്ക തെയ് തത്തൈ കിടത്തക്ക 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 തം ധി തം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക തം ധി തം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക തം തിത്തം 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 കിടത്തക്ക തെയ് തത്തൈ കിടത്തക്ക 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 തം ധി തം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക തം ധി തം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക തം തിത്തം കിട്ടത്തക്ക തെയ് തത്തൈ കിട്ടത്തക്ക തം
തിട്ടം കിട്ടത്തക്ക തൈ തത്തൈ കിട്ടത്തക്ക തം തിട്ടം കിട്ടത്തക്ക തൈ തത്തൈ കിട്ടത്തക്ക തം തിട്ടം കിട്ടത്തക്ക തൈ തത്തൈ കിട്ടത്തക്ക തം തിട്ടം കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക 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 താ കത്തജും തരിത ധും തട്ടിച്ചക്കത്തരി തൈ തത്തിക്കിട്ടത്തും തക്ക തത്തിക്കിട്ടത്തും തക്ക തിക്കു തത്തിക്കിട്ടത്തും താ തക്ക ദിക്കുടു തക്ക ദിക്കുടു തക്ക ദി തക്ക ദിക്കുടു തക്ക ദിക്കുടു തക്ക ദി തക്ക ദിക്കുടു തക്ക ദിക്കുടു തക്ക തള്ളം കുത്തക്ക തത്തിക്കിട്ടത്തും താ തൈ തെയ്യം തത്തം കിട്ടത്തക്ക ദി തൈ തെയ്യം തത്തം കിട്ടത്തക്ക തം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ചൊല്ലിൽ നിങ്ങളെ പഠിപ്പിച്ച, അതായത് മുൻപ് നിങ്ങൾ ചെയ്തിരുന്ന അലാരിപ്പിൽ ഈ വായ്ത്താരിയിൽ കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് നോക്കൂ. ഈ നട്ടുവാങ്കത്തിൽ ഈ വായ്ത്താരിയും അവർ കളിക്കുന്നതും പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത വീഡിയോയിൽ ഒരു കുട്ടിയെ കൊണ്ട് കളിപ്പിച്ച് ഇത് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് ഇത് മനസ്സിലാവുന്നതാണ്. ഈ ചെയ്തതിൽ ആരെയും നിന്ദിക്കുവാനോ ഗുരുക്കന്മാരെ നിന്ദിക്കുവാനോ പണ്ടുള്ള ആചാര്യന്മാരെ നിന്ദിക്കുവാനോ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക്, അതിലുണ്ടായിരുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അത് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക്, പണ്ട് കാലത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഇത് ശരിയാണ് എന്ന് തോന്നുന്നവർക്ക് ഈ അലാരിപ്പ് കുട്ടികളെ പഠിപ്പിച്ച് ഒന്ന് മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു. ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യൂ. നന്ദി, നമസ്കാരം.